ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 195 വാല്യം 5 ബീറോത്തിൽ നിന്ന് ജെറുസലേമിലേക്ക്. മഴ പെയ്യുന്നു. അയനിയാസിന്റെ നേരെ എതിരാണ് പത്രോസ് നടക്കുന്നത്. കാരണം സ്വന്തം പിതാവിനെ ചുമലിൽ വഹിച്ച് നടക്കുന്നതിനു പകരം കൊച്ചു ജാബസിനെയാണ് പത്രോസ് ചുമലിൽ വച്ച് നടക്കുന്നത്. പത്രോസിന്റെ വലിയ മേലങ്കി കൊണ്ട് ബാലനെ മൂടിയിട്ടുണ്ട്. പത്രോസിന്റെ നരച്ച മുടിയുടെ മീതെ ജാബസിന്റെ ചെറിയ തല കാണാം. അവന്റെ കൈകൾ പത്രോസിന്റെ കഴുത്തിലിട്ട് മുറുകെ പിടിച്ചിരിക്കുന്നു. വെള്ളക്കുഴിയിലുമെല്ലാം ചാടി നീങ്ങി ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് പത്രോസ് നീങ്ങുന്നു. ഈ ബുദ്ധിമുട്ടിന്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? കറിയോത്തുകാരൻ പിറുപിറുക്കുന്നു. മഴ പെയ്യുമ്പോൾ ചെളിവെള്ളം അവന്റെ വസ്ത്രത്തിലേക്ക് വീഴുന്നു. അതിന്റെ ദേഷ്യമാണ്. ഏയ്, പലതിന്റെയും ആവശ്യമില്ല. കാഴ്ചയുള്ള ഒറ്റ കണ്ണുകൊണ്ട് സുന്ദരനായ കറിയോത്തുകാരനെ നോക്കി എൻഡോറിലെ ജോൺ പറയുന്നു. ആ ഒരു കണ്ണിന് 2 കണ്ണിന്റെ കഴിവുണ്ടെന്നാണ് തോന്നുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് പരിഗണനയില്ലാത്തപ്പോൾ ഏതാനും തുള്ളി വെള്ളത്തേക്കാൾ, അല്പം ചെളി തെറിച്ചു വീഴുന്നതിനേക്കാൾ വളരെ പ്രധാനമായ കാര്യങ്ങളിൽ വിചാരമില്ലാത്തപ്പോൾ പ്രകൃതി ശക്തികൾ നമ്മെ പരിഗണിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് വ്യർത്ഥമാണ് എന്ന് തന്നെ. അത് ശരിയാണ്. എന്നാൽ പട്ടണത്തിലെത്തുമ്പോൾ വൃത്തിയായി നന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്റെ പല സ്നേഹിതരും അവിടെ ഉണ്ടായിരിക്കും. അവർ ഉയർന്ന നിലയിലുള്ളവരും. എന്നാൽ നീ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളൂ. നീ എന്നെ കളിയാക്കുകയാണോ? ഒരിക്കലുമില്ല. എന്നാൽ ഞാൻ ഒരു പഴയ അധ്യാപകനാണ്, പഴയ വിദ്യാർത്ഥിയും. ജനിച്ചപ്പോൾ തുടങ്ങി ഞാൻ പഠിക്കുകയാണ്. ആദ്യം വളരാൻ മാത്രം പഠിച്ചു, പിന്നെ ജീവിതം കണ്ട് മനസ്സിലാക്കി. ക്രമേണ ജീവിതത്തിന്റെ കയ്പ് പരിചയമായി. ഉപകാരമില്ലാത്ത ഒരു നീതി ഞാൻ അഭ്യസിച്ചു. ദൈവത്തിന്റെ നീതിയല്ല, മനുഷ്യന്റെ മാത്രം നീതി. ദൈവം കുണ്ഠിതം തന്ന് എന്നെ ശിക്ഷിച്ചു. സമൂഹം എന്നെ ഇരുമ്പു ചങ്ങലയാൽ ബന്ധിച്ചു. കാരണം ഞാൻ നീതിയുടെ ബലിയായി തീർന്നു. അവസാനമായി ഇപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്നു. ജീവിക്കാൻ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരധ്യാപകനും ശിഷ്യനുമായിരിക്കുന്നതിനാൽ ആ പാഠങ്ങളെല്ലാം ഞാൻ ആവർത്തിക്കുന്നുവെന്ന് നിനക്ക് മനസ്സിലാകും. എന്നാൽ ഞാൻ ഒരപ്പസ്തോലനാണ്. ഞാൻ നികൃഷ്ടനായ ഒരു സാധു. നിന്നെ പഠിപ്പിക്കാനുള്ള പരിശ്രമം എന്നിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് എന്നെനിക്കറിയാം. എങ്കിലും ഒരുവൻ എന്തായിത്തീരുമെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയുകയില്ല. ഞാൻ വിചാരിച്ചത് സൈപ്രസിൽ ഞാൻ സത്യസന്ധനും മാന്യനുമായ ഒരധ്യാപകനായി ജീവിച്ച് മരിക്കുമെന്നാണ്. എന്നാൽ സംഭവിച്ചതോ, ഒരു കൊലപാതകിയായി ആജീവിതാന്തം തടവിൽ കിടക്കാൻ ശിക്ഷിക്കപ്പെട്ട് ഒരു കുറ്റവാളിയായി തീർന്നു. എന്നാൽ പ്രതികാരത്തിനായി ഞാൻ കത്തിയെടുത്ത സമയത്ത്, അല്ലെങ്കിൽ ഇരുമ്പു വിലങ്ങും വലിച്ച് കാരാഗൃഹത്തിൽ ലോകം മുഴുവനെയും ശപിച്ചുകൊണ്ട് നിരങ്ങിയപ്പോൾ ആരെങ്കിലും എന്നോട് പറയുമായിരുന്നോ ഞാൻ പരിശുദ്ധനായവന്റെ ശിഷ്യനായി തീരുമെന്ന്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവന് ഭ്രാന്താണെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. എങ്കിലും ഇപ്പോഴിതാ ഞാൻ ഇവിടെ. അതിനാൽ അപ്പസ്തോലനായ നിനക്കും ഒരു നല്ല പാഠം പറഞ്ഞു തരാൻ എനിക്ക് കഴിഞ്ഞേക്കാം. എന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, എന്റെ വിശുദ്ധി നിമിത്തമല്ല. അക്കാര്യം എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല. ആ റോമാക്കാരൻ നിന്നെ ഡയോജനീസ് എന്ന് വിളിച്ചത് ശരിയായിരുന്നു. തീർച്ചയായും. എന്നാൽ ഡയോജനീസ് ഒരു മനുഷ്യനെ അന്വേഷിക്കുകയായിരുന്നു, എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവനേക്കാൾ ഭാഗ്യമുണ്ടായ ഞാൻ ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് സർപ്പത്തെയാണ് കണ്ടത്. ഒരു സ്നേഹിതന്റെ സ്ഥാനത്ത് വ്യഭിചാരിയെയാണ് കണ്ടത്. എന്നാൽ അനേക വർഷങ്ങൾ അലഞ്ഞു നടന്നിട്ട് ജീവിതാനുഭവങ്ങളുടെ തിക്തത എന്നെ ഭ്രാന്തനാക്കി. ഇപ്പോൾ ശരിക്കുള്ള മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, പരിശുദ്ധനായവനെ തന്നെ. ഇസ്രായേലിന്റെ ജ്ഞാനമല്ലാതെ മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ മാർഗം നിനക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ ശാസ്ത്രവും പോലെ ദൈവത്തിന്റെ ജ്ഞാനവും നിനക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ഓ, ഒരിക്കലുമല്ല. മൂടൽമഞ്ഞുകൊണ്ട് ഇരുണ്ട ഒരു ദിവസവും
നല്ല സൂര്യപ്രകാശമുള്ള മനോഹരമായ ദിവസവും പോലെയാണവ. ശരി, എന്നെ പഠിപ്പിക്കണമെന്ന് നിനക്ക് വലിയ താല്പര്യമാണോ? എനിക്കൊരു താല്പര്യവുമില്ല. ഞാനൊന്ന് പറയട്ടെ. ഒരിക്കൽ ഞാൻ കുട്ടികളോട് സംസാരിച്ചിരുന്നു. അവർക്ക് ശ്രദ്ധയില്ലാത്തത് കണ്ടു. പിന്നെ ഞാൻ നിഴലിനോട് സംസാരിച്ചു. അത് എന്നെ ശപിച്ചു. അനന്തരം കോഴികളോട് സംസാരിച്ചു. തമ്മിൽ ഭേദം അവയായിരുന്നു. ഇപ്പോൾ ഞാൻ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ദൈവത്തോട് സംസാരിക്കാൻ ഇനിയും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നെ നീ എന്തിന് തടയുന്നു? എനിക്ക് ഒരു കണ്ണേയുള്ളൂ. ആ ഖനികൾ എന്റെ ജീവിതം നശിപ്പിച്ചു. ചങ്കിന്റെ വേദന അനേക വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. എന്റെ മനസ്സെങ്കിലും ഫലദായകമായി തീരട്ടെ. ഈശോ ദൈവമാണ്. എനിക്കറിയാം, ഞാൻ അത് വിശ്വസിക്കുന്നു. നിന്നേക്കാൾ അധികമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവൻ നിമിത്തമാണ് എനിക്ക് പുനർജീവൻ ലഭിച്ചത്. നിനക്ക് അങ്ങനെയല്ല. അവൻ എത്ര നല്ലവനായാലും അവൻ ദൈവമാണ്. ഒരു നികൃഷ്ട ജീവിയായ ഞാൻ നീ ചെയ്യുന്നത് പോലെ അവനോട് അതിപരിചയം കാണിക്കാൻ ധൈര്യപ്പെടുകയില്ല. എന്റെ ആത്മാവ് അവനോട് സംസാരിക്കുന്നു. എന്റെ ചുണ്ടുകൾക്ക് അതിനുള്ള ധൈര്യമില്ല. എന്റെ ആത്മാവ് സംസാരിക്കുന്നു. കൃതജ്ഞത കൊണ്ടും അനുതാപത്തിൽ നിന്നുള്ള സ്നേഹം കൊണ്ടും നിറഞ്ഞ് അത് കരയുന്നത് അവൻ കാണുന്നുണ്ട്. അത് സത്യമാണ് ജോൺ. ഞാൻ നിന്റെ ആത്മാവിനെ കാണുന്നു. ഈശോ അവരുടെ സംഭാഷണത്തിലേക്ക് കടന്നു വരുന്നു. യൂദാസ് ലജ്ജ കൊണ്ട് വിവരണനാകുന്നു. എൻഡോറിലെ മനുഷ്യനാകട്ടെ സന്തോഷം. ഞാൻ നിന്റെ ആത്മാവിനെ കാണുന്നു. അത് ശരിയാണ്. നിന്റെ മനസ്സിലെ വ്യാപാരങ്ങളെയും ഞാൻ കാണുന്നു. നീ പറഞ്ഞത് ശരിയാണ്. എന്നിൽ നീ രൂപപ്പെട്ട് കഴിയുമ്പോൾ ഒരധ്യാപകൻ എന്ന വിധത്തിലും ഉത്സാഹമുള്ള വിദ്യാർത്ഥി എന്ന തരത്തിലും നിനക്കുള്ള അനുഭവജ്ഞാനം നിന്നെ വളരെ സഹായിക്കും. സംസാരിക്കൂ. നിന്നോട് തന്നെയും നീ സംസാരിക്കൂ. ഗുരുവേ, കുറച്ചു ദിവസം മുമ്പ് നീ എന്നോട് പറഞ്ഞില്ലേ എന്റെ അഹത്തോട് സംസാരിക്കുന്നത് തെറ്റാണെന്ന്? യൂദാസ് ധാർഷ്ട്യത്തോടെ പറയുന്നു. ശരിയാണ്, ഞാൻ പറഞ്ഞു. എന്നാൽ അങ്ങനെ പറഞ്ഞത് നിന്റെ ഉള്ളിൽ നീ പിറുപിറുത്തിരുന്നതുകൊണ്ടാണ്. ഈ മനുഷ്യന് മുറുമുറുപ്പൊന്നുമില്ല. ഇയാൾ ധ്യാനിക്കുകയാണ്, ഒരു നല്ല ലക്ഷ്യം വച്ചുകൊണ്ട്. ഇവൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. ചുരുക്കത്തിൽ ഞാൻ തെറ്റുകാരനാണ്, യൂദാസ് ദേഷ്യത്തോടെ പറയുന്നു. അല്ല, നിന്റെ ഹൃദയത്തിന് ഒട്ടും ക്ഷമയില്ല. കാലാവസ്ഥ എപ്പോഴും നല്ലതായിരിക്കയില്ലല്ലോ. കൃഷിക്കാർക്ക് മഴ വേണം. മഴ പെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. ഇതും സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ നോക്കൂ, അറ്ററോത്ത് തുടങ്ങി റോമ വരെ എത്തുന്ന മനോഹരമായ ആ മഴവില്ല് കണ്ടോ? നമ്മൾ അറ്റാറോത്ത് താഴ്വര കടന്ന് വളരെ ദൂരം പോന്നു. ദുഃഖത്തിന്റെ ആ താഴ്വര എത്രയോ പിന്നിലായി. ഇവിടെ നാട് വളരെ മനോഹരമായ കൃഷി കൊണ്ട്, നല്ല സൂര്യപ്രകാശം കൊണ്ട് ആകർഷകമായിരിക്കുന്നു. നമ്മൾ റോമായിലെത്തുമ്പോൾ ജെറുസലേമിൽ നിന്ന് 36 സ്ഥാദിയാൻ ദൂരം മാത്രമേ ഉണ്ടായിരിക്കൂ. ആ കുന്ന് കയറി കഴിയുമ്പോൾ വിശുദ്ധ നഗരം നമുക്ക് കാണാറാകും. ആ കുന്ന് ഗിബയായിലെ മനുഷ്യർ ചെയ്ത ഭയാനകമായ ജഡിക പാപത്തിന്റെ സ്ഥലമാണ്. മാംസത്തിന്റെ ദുരാശ എത്ര ഭയാനകമാണ് യൂദാസേ. യൂദാസ് മറുപടി പറയുന്നില്ല. അവൻ വെള്ളത്തിൽ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവന് ഇന്നെന്തു പറ്റി? ബർത്തലോമ്യോ ചോദിക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കൂ. യോനായുടെ പുത്രൻ സൈമൺ ഇതറിയേണ്ട. തർക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാം. സൈമൺ സ്വസ്ഥമായിരിക്കട്ടെ. ആ ബാലനിമിത്തം അവൻ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഊ ഗുരുവേ, പക്ഷെ ഇത് ശരിയല്ല. ഞാൻ അവനോട് പറയും. ഇവന് ചെറുപ്പമാണ്. നഥാനിയേൽ, നീയും ഒരിക്കൽ ചെറുപ്രായക്കാരനായിരുന്നല്ലോ. ശരിയാണ്. എന്നാൽ ഗുരുവിനോട് ബഹുമാനമില്ലാതെ അവൻ പെരുമാറരുത്. അറിയാതെ തന്നെ അല്പം ഉച്ചത്തിലാണ് ബർത്തലോമ്യോ ഇത് പറയുന്നത്. പത്രോസ് അത് കേട്ട് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. ആർക്കാണ് ബഹുമാനമില്ലാത്തത്? എന്താണ് സംഗതി? പുതിയ ശിഷ്യനാണോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പത്രോസ് എൻഡോറിലെ ജോണിനെ നോക്കുന്നു. എന്നാൽ ഈശോ അപ്പസ്തോലൻ യൂദാസിനെ തിരുത്തുകയാണെന്ന് മനസ്സിലാക്കിയ അയാൾ മാറി നിന്ന് തീക്ഷ്ണനായ സൈമണോടും
അൽഫേയൂസിന്റെ പുത്രൻ ജെയിംസിനോടും സംസാരിക്കുകയാണ്. ഏയ്, അവനൊന്നുമല്ല. ഒരു പെൺകുട്ടിയെ പോലെ ബഹുമാനത്തോടെയാണ് അയാൾ പെരുമാറുന്നത്. ഓ, നന്നായി. അല്ല എങ്കിൽ അവന്റെ മറ്റേ കണ്ണും അപകടത്തിലാകുമായിരുന്നു. അപ്പോൾ യൂദാസ് ആയിരിക്കണം ധിക്കാരം കാട്ടുന്നത്. സൈമൺ, ഒന്ന് ശ്രദ്ധിക്കൂ. നിനക്ക് നിന്റെ കൊച്ചു സ്നേഹിതന്റെ കാര്യത്തിൽ വ്യാപൃതനായിരുന്നു കൂടെ. നീ അവനെ എന്റെ പക്കൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഇപ്പോൾ ഞാൻ നഥാനിയേലിനോട് ഒന്ന് സംസാരിക്കുകയാണ്. അതിൽ നിനക്കും പങ്കെടുക്കാമല്ലോ. അനവധി കാര്യങ്ങൾ ചെയ്യാനാണ് നീ ശ്രമിക്കുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? ഈശോ വളരെ ശാന്തമായ പുഞ്ചിരിയോടെയാണിത് പറയുന്നത്. പത്രോസിന് ഒന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല. അയാൾ ബർത്തലോമിയോയെ നോക്കുന്നു. കഴുകനെ പോലെ സൂക്ഷിച്ചു നോക്കുന്ന അയാൾ മുഖം മുകളിലേക്ക് തിരിച്ച് ആകാശം വീക്ഷിക്കുകയാണ്. പത്രോസിന്റെ സംശയമെല്ലാം നീങ്ങി. ദേവാലയം കണ്ടു തുടങ്ങി. അതോടെ പത്രോസിന്റെ ശ്രദ്ധ ആകെ മാറി. വിശുദ്ധ നഗരം വളരെ സമീപയായി. അതിന്റെ മനോഹരമായ കുന്നുകൾ, ഒലീവ് തോട്ടങ്ങൾ, വീടുകൾ, എല്ലാറ്റിലും ഉപരിയായി ദേവാലയം. ഇവിടുത്തെ ആകർഷകത്വം ഇസ്രായേൽ ജനതയ്ക്ക് എന്നും അഭിമാനവും ആവേശവും പകർന്നിരുന്നു എന്നതിന് സംശയമില്ല. റോഡിൽ പാകിയിട്ടുള്ള കല്ലുകളെല്ലാം ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ യൂദയായിലുള്ള വെയിൽ. വെള്ളക്കുഴികളെല്ലാം ഉണങ്ങി. റോഡ് വളരെ വൃത്തിയായി. വഴിയരികിൽ ചേർന്ന് നിന്ന് അപ്പസ്തോല സംഘം സ്വയം ശുചിയാക്കുകയാണ്. പൊക്കി വച്ചിരുന്ന ഉടുപ്പുകൾ താഴ്ത്തിയിടുന്നു. തെളിഞ്ഞ വെള്ളമുള്ള ഒരു തോട്ടിൽ കാലുകൾ കഴുകുന്നു. മുടി കോതി ശരിപ്പെടുത്തുകയും പുറങ്കുപ്പായം ഭംഗിയായി ധരിക്കുകയും മറ്റും ചെയ്യുന്നു. ഈശോയും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ജെറുസലേമിലേക്കുള്ള പ്രവേശനം ഒരു പ്രധാന കാര്യമായിരിക്കണം. തിരുനാളിന് പട്ടണത്തിന്റെ മതിലുകളെ സമീപിക്കുന്നത് തന്നെ ഒരു രാജസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയായിരുന്നു. വിശുദ്ധ നഗരം യഥാർത്ഥത്തിൽ ഇസ്രായേൽക്കാരുടെ രാജ്ഞിയായിരുന്നു. ജനബാഹുല്യവും റോമാ കാര്യാലയ റോഡിലുള്ള അവരുടെ പെരുമാറ്റവും കണ്ടിട്ട് ഇക്കൊല്ലമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഘോഷയാത്രയിലെ പുരുഷന്മാർ ഒരുമിച്ച് ഒരു സംഘം, സ്ത്രീകൾ ഒരുമിച്ച് വേറൊരു സംഘം, കുട്ടികൾ ഇവയിൽ ഏതെങ്കിലും സംഘത്തിന്റെ കൂടെ. എല്ലാം വളരെ ഗൗരവമായി എന്നാൽ പ്രശാന്തമായി നീങ്ങുന്നു. ചിലർ അവരുടെ പുറങ്കുപ്പായം മാറ്റി മടക്കി വച്ചിട്ട് പുതിയത് ധരിക്കുന്നു. ചിലർ പുതിയ ചെരുപ്പുകൾ ധരിക്കുന്നു. നടത്തവും ഗംഭീരമാക്കുന്നു, പുരോഹിതരെ പോലെ. എല്ലാ സംഘങ്ങളിലും പാട്ട് തുടങ്ങിക്കൊടുക്കാൻ ഒരു ഗായക നേതാവുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് അവർ നടക്കുന്നത്. ആളുകൾ പരസ്പരം നോക്കുന്നത് കൂടുതൽ സ്നേഹത്തോടെയാണിപ്പോൾ. കർത്താവിന്റെ ആലയ ദർശനം വളരെ ശാന്തരാക്കിയതുപോലെയുണ്ട്. എല്ലാവരും വിശുദ്ധ ഭവനത്തെ നോക്കുന്നു. ഒരു വലിയ മാർബിൾ കട്ട, മുകളിൽ സ്വർണ്ണ താഴികക്കുടങ്ങൾ, മതിൽക്കെട്ടുകൾക്കുള്ളിൽ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു മുത്ത്. അപ്പസ്തോല സംഘം രൂപം കൊണ്ടിരിക്കുന്നത് ഈ ക്രമത്തിലാണ്. ഈശോയും പത്രോസും മുമ്പിൽ, അവരുടെ മധ്യേ ബാലൻ, അവരുടെ പിന്നിൽ കറിയോത്തുകാരൻ ജോൺ, പിന്നീട് ആൻഡ്രൂ, സെബദിയുടെ പുത്രൻ ജെയിംസ്. അവരുടെ ഇടയിലേക്ക് എൻഡോറിലെ ജോണിനെ ആൻഡ്രൂ നിർബന്ധിച്ച് നിർത്തുന്നു. അവരുടെ പിന്നിൽ ഈശോയുടെ കസിന്മാർ യൂദായും ജെയിംസും മാത്യുവും. അവസാനം തോമസ്, ഫിലിപ്പ്, ബർത്തലോമ്യോ എന്നിവരും. സങ്കീർത്തനങ്ങൾ തുടങ്ങിക്കൊടുക്കുന്നത് ഈശോയാണ്. നല്ല ഗാംഭീര്യമുള്ള, അതേസമയം മാധുര്യമുള്ള പുരുഷ സ്വരം. യൂദാസിന്റെ തെളിഞ്ഞ മധ്യമ സ്വരം. അതിന് ചേരുന്ന ജോണിന്റെ യുവസ്വരം. ഈശോയുടെ കസിന്മാരുടെ പുരുഷ സ്വരം. പിന്നെ തോമസിന്റെ പ്രൗഢമായ ഏറ്റം താണസ്വരം. മറ്റുള്ളവർക്ക് സംഗീതത്തിന് അത്ര കഴിവില്ല. അവർ പാട്ടുകാരുടെ കൂടെ ചേർന്ന് ഒതുങ്ങിയ സ്വരത്തിൽ പാടുന്നു. സങ്കീർത്തനങ്ങൾ, നീണ്ട സങ്കീർത്തനങ്ങൾ. അവർക്ക് മനപ്പാഠം അറിയാവുന്നവയാണ് പാടുന്നത്. ശക്തമായ പുരുഷ സ്വരത്തിനിടയിൽ കൊച്ചു ജാബസിന്റെ നേരിയ സ്വരവും തെളിഞ്ഞു കേൾക്കാം. ഒരു ദേവദൂതനെ പോലെ അവൻ പാടുന്നു. 121-90 സങ്കീർത്തനം. മറ്റുള്ളവരെക്കാൾ നന്നായി അവനറിയാം.
കർത്താവിന്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിഷാദം പൂണ്ടിരുന്ന അവന്റെ മുഖം ഇപ്പോൾ സന്തോഷത്താൽ പ്രകാശിക്കുന്നു. മതിലുകൾക്ക് സമീപെ അവർ എത്തി. ഇത് മത്സ്യകവാടമാണ്. തെരുവുകളെല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായി. ആദ്യത്തെ പ്രാർത്ഥനയ്ക്കായി ഇവർ നേരെ ദേവാലയത്തിലേക്ക് പോകുന്നു. പിന്നീട് ഗെത്സെമനിയിലെ പ്രശാന്തതയിലേക്ക് നീങ്ങി അത്താഴം കഴിച്ച് വിശ്രമിക്കുന്നു. ജെറുസലേമിലേക്കുള്ള യാത്ര അവസാനിച്ചു.